നോക്കി. എന്താ വേണ്ടേ? സർ, നിങ്ങൾ കൊറിയർ ഉണ്ട്, ഇതിലൊന്ന് സൈൻ ചെയ്യൂ സർ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ വരട്ടെ. ശരി എന്നാ. ഓക്കെ. ആരാ ചേട്ടാ വന്നത്? അത് കൊറിയർ ആയിരുന്നു. കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മണ്ണാർക്കാട്ടേക്ക് ട്രാൻസ്ഫർ വരുന്നുണ്ടെന്ന്. ഇതാ ജോയിൻ ലെറ്റർ കിട്ടി. എപ്പോഴും അവിടെ ജോയിൻ ചെയ്യേണ്ടത്? നിനക്ക് ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. എത്ര പെട്ടെന്ന് കഴിയോ അത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞു. വേഗം പാക്ക് ചെയ്തു. എന്റെ ചേട്ടാ ഭയങ്കര ബോറാ. ചേട്ടന് പോസ്റ്റിംഗ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരാൻ നിങ്ങൾ വളരെ വൈകില്ലേ? ഓ അതിനെന്താ, അത് പിന്നെ എനിക്ക് കമ്പനിക്ക് ആരും ഉണ്ടാവില്ല. നീ എവിടെ പോയാലും 5 മിനിറ്റ് കൊണ്ട് ഫ്രണ്ട് ആകും. അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കണ്ട, വേഗം റെഡി ആയിക്കോട്ടെ. എന്താ വല്ലാത്തൊരു മണം വരുന്നുണ്ടല്ലോ. ഗ്യാസ് ഒക്കെ പൂട്ടിയിരുന്നു? പൂട്ടിയിട്ടാണല്ലോ വന്നത്. അല്ല, എന്തോ മണക്കുന്നുണ്ടല്ലോ. വാ പോയി നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഓണിലാണല്ലോ ഉള്ളത്. ഞാൻ ഓഫ് ആക്കിയിട്ടാണല്ലോ വന്നത്. പിന്നെ ഇത് വേറെ ആരും ഒന്ന് ഓൺ ചെയ്തു? അത് എനിക്ക് മനസ്സിലാവാത്തെ. ഇവിടെ നോക്ക്, നിനക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഗ്യാസ് ഒക്കെ ശരിക്കും പൂട്ടണം. എന്തെങ്കിലും സംഭവിച്ചാ എന്താ ചെയ്യാ? ഞാൻ ഓഫ് ആക്കിയിട്ടാണല്ലോ വന്നത്. എനിവേ, ഞാൻ പോയി രാജേഷ് സാറിന്റെ ലെക്ചർ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അദ്ദേഹം ലണ്ടനിൽ നിന്ന് വന്നിരിക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാ. ഈ രാജേഷ് ആരാ ചേട്ടാ? അല്ല, അദ്ദേഹം വലിയ സൈക്കാട്രിസ്റ്റ് ആണ്. പ്രേതലോകത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ മസ്റ്റ് അറ്റൻഡ് ഹിസ് ലെക്ചർ. എന്നാ ആയിക്കോട്ടെ, പക്ഷെ വേഗം വരണം. പെട്ടെന്ന് വന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? പാക്കിംഗ് ഒന്നും ചെയ്യണ്ടേ? അതല്ലേ, നീ വേറെന്തിനാ എന്നെ വിളിക്ക. ഓക്കെ, ഞാൻ വേഗം വന്നേക്കാം. ബൈ. ശരി എന്നാ, ബൈ. ഡ്രൈവർ, ഒരു മിനിറ്റ്, വണ്ടി നിർത്തും. ഓക്കെ സാർ. എന്താ പറ്റിയേ? അതാ അവിടെ കണ്ടോ, ഏതോ ഒരു പെണ്ണിന് സുഖമില്ലെന്ന് തോന്നുന്നു. അതാ അവര് കൊണ്ടുപോകുന്നു. എന്ത് ചേട്ടാ, ഇപ്പൊ അത് ആവശ്യമാണോ? നീ ഒന്ന് മിണ്ടാതിരിക്കും. ഡ്രൈവർ, വണ്ടി ഒന്ന് സൈഡാക്കും. ശരി സാർ. ദിയ, ഇങ്ങനെ നേരെ പോയി ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് എത്തും. നീ അവിടെ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ എന്താ നോക്കിട്ട് വരാം. പറ്റുമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വെക്ക്. എന്റെ ജോലിയൊന്ന് പറയും. നിങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങി നടന്നോ? ശരി, വേഗം വരണം. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഡ്രൈവറിട്ട് നോക്കി സൂക്ഷിച്ചു പോണേ. ഓക്കെ, ശരി, ബൈ. ബൈ. നടക്കാനല്ലേ പറഞ്ഞത്? സാമി, സാമി, എന്താ പറ്റിയത്? ഇതാ സാമി. ഇവളിവിടെ തന്നെ ഇരിക്കട്ടെ, ഞാനിതാ വരുന്നു. ശരി, ഇരിക്കാനല്ലേ പറഞ്ഞത്? അനങ്ങാതിരിക്കുക.
മഹാലക്ഷ്മി, മഹാകാളി, ദേവി മഹാമായി, ഈജശക്തിയിലെല്ലാം പോകട്ടെ. ഓ ഈജശക്തിയെ ഉടനെ ഇവിൽ നിന്നും അകന്ന് പോകാൻ. ഓ പോകാനാ പറഞ്ഞത്. എന്താ ചേട്ടാ ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോ പേഷ്യന്റിന്റെ? ട്രീറ്റ്മെന്റോ? ഞാൻ പോയ സ്ഥലം തന്നെ വേറെയാണ്. ഒരു ഡോക്ടർ ഡീൽ ചെയ്യേണ്ട കാര്യം ഒരു മന്ത്രവാദിയുടെ കൈ കൊടുത്ത് കൊളവാക്കിയിരിക്കുക. പാവം ആ പെണ്ണ് മെന്റലായിട്ട് അപ്സെറ്റ് ആയിരിക്കാണ്. ഇവൻ പ്രേതബാധയെന്നും പറഞ്ഞ് ചൂലുകൊണ്ട് അടിക്കുന്നു. അവക്ക് താനെ ശരിയാവും. പാവം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവൂ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഞാൻ പറഞ്ഞ ഉടനെ അവര് മനസ്സിലാക്കും. അവര് ചൂലും ചെരുപ്പം കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഉപദേശിക്കാൻ പോയാൽ എന്താകും? ആ പെണ്ണിന് കിട്ടിയ അതേ അടി എനിക്ക് കിട്ടിയാലും അതിൽ അതിശയിക്കാനൊന്നും ഉണ്ടാവില്ല. ഹൗ ഡിസ്കസ്റ്റിംഗ്. ഹലോ ഡോക്ടർ സർ, നിങ്ങൾക്ക് ക്ഷമ വളരെ അത്യാവശ്യ. ക്ഷമയുണ്ടെങ്കിൽ ഏതൊരാളെയും കീഴ്പ്പെടുത്താൻ പറ്റും. അതൊക്കെ വിട്ടുകളാ. വീട് എങ്ങനെയുണ്ടോ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. വീട് വലുതായിട്ടുണ്ട്, പക്ഷേ ബെഡ്റൂം തീരെ ചെറുതായി പോയി. ചെറുതാണെങ്കിൽ എന്താ, മാഡം ബെഡ്റൂമിൽ വോളിബോൾ കളിക്കാൻ പോകണം. വോളിബോൾ കളിക്കുന്നോ ഇല്ലയോ, പക്ഷെ ബെഡ്റൂം വലുതായിരിക്കണം. ഐ സി. ശരി, നിന്റെ ആഗ്രഹപ്രകാരം ബെഡ്റൂം വലുതാണെന്ന് തന്നെ വെച്ചോ. വേറെ എന്ത് കളി കളിക്കാന്ന് പറ. അതൊക്കെ പറയാൻ പറ്റില്ല. എന്നോട് മാത്രം പറ. എന്ത് കളി കളിക്കാം പറ. അതൊന്നും പറയാൻ പറ്റില്ല. എന്നോട് പറയില്ലേ? പറയാൻ പറ്റില്ലെന്ന് വെച്ചാ പറയാൻ പറ്റില്ല. സാരമില്ല, ഒരു പ്രാവശ്യം പറ. ബാഡ് ബോയാ, എനിക്ക് പറയാൻ മനസ്സില്ല. വിട്. സോനാലി. ഈ സോണാലി ആരാ? നീയാണ് എന്റെ സോനാലി. ഞാൻ സോണാലിയോ? ആകാശ്, ആകാശ്, ചേട്ടാ ഒന്ന് എഴുന്നേക്ക്. ആരും നടന്നു പോകുന്ന പോലെയുണ്ട്. കാലുണ്ടെങ്കിൽ എല്ലാരും നടന്നല്ലേ പോകൂ. കളിക്കില്ലേ, ഒന്ന് എഴുന്നേക്കല്ലേ പറയുന്നേ. ആകാശ് ഒന്ന് എഴുന്നേക്ക്, അവള് നടന്നു പോകുന്നു. ആരാടി അവള്? അറിയില്ല, നിങ്ങൾ തന്നെ നോക്ക്. ആരായിരിക്കും? ഇവിടുന്ന് ശരിക്ക് കാണുന്നില്ല. വാ പുറത്തു പോയി നോക്കാം. അവള് ഈ ഭാഗത്താണല്ലോ വന്നത്. അതാ ഒന്നും മനസ്സിലാകാത്തത്. എവിടെ പോയി കാണാം?
ഞാൻ കമ്പൗണ്ടറാണ്. ധനപാലൻ, എന്താ ഈ സമയത്ത്? ദിയ, ഇത് നമ്മുടെ കമ്പൗണ്ടറാണ്. ഞാൻ ആകെ പേടിച്ചു പോയി. അല്ല, നിങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നോ? ഏത് പെണ്ണ സർ? അതാ എനിക്കൊന്നും മനസ്സിലാകാത്തത്. തലമുടിയെല്ലാം അഴിച്ചിട്ട് ഇങ്ങനെ നടന്നുപോയി. സർ, രാത്രി സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പാടില്ല. എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവിക്കാം. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നന്മയ്ക്കോ? എന്താ പുറത്തു വന്ന എന്താകും? ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് വരൂ, ഞാൻ വിശദമായി പറയാം. ശരി, വാ. സർ, നിങ്ങളൊരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊരു പ്രേതാത്മാവാണ് സർ. തീയിൽ വീണ് ചത്തുപോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവ്. അതിന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തത് കൊണ്ട് അത് ഇവിടെ തന്നെ കറങ്ങി നടക്കുകയാണ്. എന്ത് ആത്മാവോ? വാട്ട് റബിഷ്! അങ്ങനെയൊന്നും അല്ല സർ. ഞാനും ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇവിടെ നടന്ന സംഭവങ്ങൾ കാരണമാണ് ഞാനും വിശ്വസിച്ചു തുടങ്ങിയത്. അങ്ങനെ വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെല്ലാം കളി ധനപാലൻ. നിങ്ങൾ നാളെ രാവിലെ ആസ്പത്രിയിലേക്ക് വരൂ. ആ, ഓക്കെ സർ. അല്ല, ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്തിരുന്നോ? അതൊക്കെ ചെയ്തു സർ. വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങാണ് സർ. വരട്ടെ. ശരി, എന്നാ പോയിട്ട് വരൂ. വാ ദിയ.